ഇന്നത്തെ അദാനി ഓഹരികളുടെ പെർഫോമൻസ് നോക്കിയാൽ സമ്മിശ്ര പ്രതികരണമാണ് കാണാൻ സാധിക്കുന്നത്. വലിയ നിക്ഷേപ പ്രഖ്യാപനങ്ങളാണ് ഗ്രൂപ്പ് നടത്തിയിട്ടുള്ളത്. അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ എയർപോർട്ട് ബിസിനസ്സിൽ 60,000 കോടി നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നു എന്ന വാർത്തകളായിരുന്നു ഇപ്പോൾ വലിയ തോതിൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നത്. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ 60,000 കോടി രൂപ ഉപയോഗിച്ച് നിലവിലുള്ള 7 വിമാനത്താവളങ്ങൾ വികസിപ്പിക്കാൻ അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നതായി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ MD കരൺ അദാനി വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 30,000 കോടി രൂപ എയർ സൈഡിനായി ചെലവഴിക്കുമെന്നാണ് അദാനി എയർപോർട്ട് ഹോൾഡിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അരുൺ ബൻസാൽ വ്യക്തമാക്കിയത്. ബാക്കിയുള്ളവ മുംബൈ, അഹമ്മദാബാദ്, ലക്നൌ, മംഗളൂരു, ഗുവാഹത്തി, ജയ്പൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ സിറ്റി സൈഡിനും അനുവദിക്കും. ഈ നിക്ഷേപം ടെർമിനലിന്റെയും റൺവേയുടെയും ശേഷി വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുമെന്നും തുടർന്ന് ബാക്കിയുള്ള ഫണ്ട് വിമാനത്താവളങ്ങളുടെ നഗര വികസനത്തിനായിരിക്കും അനുവദിക്കുക. 160 ഏക്കർ ലക്നൌവിൽ, മുംബൈയിൽ 160 ഏക്കറും, ലക്നൌവിൽ 100 ഏക്കറും, നവി മുംബൈയിൽ 200 ഏക്കറും, ജയ്പൂരിൽ 17 ഏക്കർ, തിരുവനന്തപുരത്ത് 2 ഏക്കർ എന്നിങ്ങനെയാണ് വികസിപ്പിക്കുക. ഹോട്ടലുകൾ, വ്യോമയാന കമ്പനികളുടെ ഓഫീസുകൾ തുടങ്ങിയ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്കായി ഈ വിമാനത്താവളങ്ങളുടെ നഗരവശത്തുള്ള ഭൂമി വികസിപ്പിക്കുകയും ചെയ്യും. അദാനി എയർപോർട്സിന് അടുത്ത 10 വർഷത്തേക്ക് 60,000 കോടി രൂപയുടെ ക്യാപെക്സ് പ്ലാൻ ഉണ്ടെന്ന് വ്യക്തമാക്കിയതോടെ തന്നെ ഇന്നത്തെ വിപണിയിൽ തീർച്ചയായും ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രമാകുന്നത് അദാനി പോർട്സ് ഓഹരികൾ തന്നെയാണ്. തങ്ങളുടെ വിമാനത്താവളങ്ങളുടെ നിലവിലെ ശേഷി 3 ഇരട്ടി വരെ വർദ്ധിപ്പിക്കുമെന്നാണ് കരൺ അദാനി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ലക്നൌവിന് പുതിയ ടെർമിനൽ ലഭിച്ചു. അടുത്ത മാർച്ചോടെ നവി മുംബൈ തുറക്കും. തുടർന്ന് ഗുവാഹട്ടി വിമാനത്താവളത്തിന് പുതിയ ടെർമിനൽ ലഭിക്കും. അഹമ്മദാബാദിലും ജയ്പൂരിലും പുതിയ ടെർമിനലുകൾ ആസൂത്രണം ചെയ്യുമെന്നും അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള പ്രവർത്തനക്ഷമമായ 7 എയർപോർട്ടുകൾ നിലവിൽ അദാനി സ്വന്തമായി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിൽ 6 2019 സർക്കാരിന്റെ ആദ്യ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി നേടിയെടുത്തതാണ്. ലക്നൌ, അഹമ്മദാബാദ്, ജയ്പൂർ, ഗുവാഹത്തി, തിരുവനന്തപുരം, മംഗലാപുരം എന്നീ 6 വിമാനത്താവളങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള അവകാശം 2019 അദാനി ഗ്രൂപ്പിന് ലഭിക്കുകയും ചെയ്തു. 2021 GVK ഗ്രൂപ്പിൽ നിന്ന് മുംബൈയും വരാനിരിക്കുന്ന നവി മുംബൈ എയർപോർട്ടും ഏറ്റെടുത്തു. കമ്പനിയുടെ വിമാനത്താവളങ്ങളുടെ നിലവിലെ ശേഷി പ്രതിവർഷം 10 മുതൽ 11 കോടി യാത്രക്കാരാണ്. ഇത് മൊത്തമായി 2040ഓടെ 25 മുതൽ 30 ക്രോർ പാസഞ്ചേഴ്സ് പെർ ആനം എന്ന സംയോജിത ശേഷിയിലേക്ക് എത്തിക്കാനാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. അതേസമയം 60,000 കോടിയുടെ മൂലധന ചെലവിൽ നവി മുംബൈ വിമാനത്താവളത്തിന്റെ 1ാം ഘട്ട വികസനത്തിന് അനുവദിച്ച 18,000 കോടി ഉൾപ്പെടുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇതിന് പ്രത്യേക ഫണ്ടിംഗ് ആണ് കമ്പനി ലക്ഷ്യമിടുന്നത്. നവി മുംബൈ വിമാനത്താവളം പ്രവർത്തനക്ഷമമാകുന്നതിനും വിമാനത്താവളത്തിൽ സിറ്റി സൈഡ് ഡെവലപ്മെന്റ് ആരംഭിക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നതെന്ന് അരുൺ ബൻസാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാർച്ച് 10 ലക്നൌ വിമാനത്താവളത്തിൽ 2,400 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബൻസാലും കരൺ അദാനിയും. മാതൃ കമ്പനിയായിട്ടുള്ള അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ ഇന്റേണൽ അക്യുറൽസിലൂടെയാണ് ഈ നിക്ഷേപങ്ങൾക്കുള്ള ധനസഹായം ലഭിക്കുക. അടുത്ത 10 വർഷം, അതായത് 2034 മുതൽ 35 എങ്ങനെയായിരിക്കണം കമ്പനിയുടെ പ്രവർത്തനം എന്നതിന്റെ കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് ആണ് കമ്പനി പറഞ്ഞു വെക്കുന്നത്. 2040ഓടെ ഗ്രൂപ്പിന്റെ എയർപോർട്ട് കപ്പാസിറ്റി ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കാനാണ് അദാനി ഗ്രൂപ്പ് മെയിനായും ഉദ്ദേശിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. കൃത്യമായിട്ടുള്ള ക്യാപെക്സ് വിലയിരുത്തലുകൾ, അന്താരാഷ്ട്ര തലത്തിൽ ഗ്രൂപ്പിന് അർത്ഥമുള്ള അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുന്ന അവസരങ്ങളിൽ പങ്കാളികളാകുക എന്നതാണ് അദാനി ഗ്രൂപ്പ് എല്ലായ്പ്പോഴും ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ചെറിയ നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ അന്താരാഷ്ട്ര യാത്രക്കാരുടെ കേന്ദ്രമായി മാറുന്നത് ഗ്രൂപ്പ് കൃത്യമായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളർച്ച മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വികസന പദ്ധതികൾക്കാണ് കമ്പനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് പുതിയതായി എടുത്തു വെക്കുന്നത്. രാജ്യത്ത് തുറമുഖങ്ങൾ, ട്രാൻസ്മിഷൻ മുതലായവയിൽ വലിയ അവസരങ്ങൾ എയിം ചെയ്ത് മുന്നേറുന്ന അദാനി ഗ്രൂപ്പ് കൃത്യമായ അജണ്ടയോടെയാണ് പുതിയ വികസന കുതിപ്പിന് ലക്ഷ്യമിടുന്നത്. അതേസമയം ഇതിനു പുറമെ പ്രതിരോധ മേഖലയിൽ അടുത്ത 10 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പ് വൻ നിക്ഷേപം നടത്താൻ ഒരുങ്ങുകയുമാണ്.
മേഖലയ്ക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ നയത്തിന്റെ ഭാഗമായിട്ടാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നത്. വെടിക്കോപ്പുകളും മിസൈലുകളും ഉൾപ്പെടുന്ന യുദ്ധ സാമഗ്രികൾ നിർമ്മിക്കുന്നതിനുള്ള 2 കേന്ദ്രങ്ങൾ അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ 500 ഏക്കറിലാണ് ഇത് നിർമ്മിച്ചത്. ഇവിടെ സായുധ സേനയ്ക്കും അർദ്ധ സൈനിക സേനയ്ക്കും പോലീസിനും വേണ്ടി ഉയർന്ന നിലവാരമുള്ള ചെറുതും വലുതുമായ വെടിമരുന്നുകൾ നിർമ്മിക്കുമെന്ന് അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് സിഇഒ ആശിഷ് രാജൻഷി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ വ്യാപാരത്തിൽ അദാനി പോർട്സ് ആൻഡ് സെസ് ഓഹരികൾ 1% മുന്നേറ്റം കുറിച്ചിട്ടുണ്ട് എന്നും കാണാം. ആ ഒരു മുന്നേറ്റത്തിന് ശേഷം നിലവിൽ ഒരു ഫ്ലാറ്റ് ടോണിലാണ് വിപണി മുന്നോട്ട് പോകുന്നത്. ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോൺ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1331 രൂപ എന്ന നിലയിൽ നിന്നും 1342.35 എന്ന ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഹൈ കൂടി ഈ ഒരു ഓഹരികൾ ടച്ച് ചെയ്തിട്ടുമുണ്ട്. ഓഹരികളുടെ 52 ആഴ്ചയിലെ ഉയർന്ന നിലവാരം ഈ മാസം തന്നെ രേഖപ്പെടുത്തി 1356.55 52 ആഴ്ചയിലെ താഴ്ന്ന നില ഒരു വർഷം മുൻപ്, അതായത് 2023 മാർച്ച് 8 രേഖപ്പെടുത്തിയ 571.55 എന്ന നിലയുമായിരുന്നു. ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ലിസ്റ്റഡ് സ്പേസിലുള്ള സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം നേട്ടം നൽകിയ അദാനി ഓഹരി കൂടിയാണ് അദാനി പോർട്സ് ആൻഡ് സെസ് എന്ന് പറയുന്നത്. ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് അദാനി പോർട്സ് ആൻഡ് സെസ് ഓഹരികൾ നൽകിയിരിക്കുന്നത്. 30.59% പിന്നിട്ടിരിക്കുകയാണ് നേട്ടം. ഈ മാസം 7.7% നേട്ടവും കഴിഞ്ഞ 6 മാസം കൊണ്ട് 55.54% നേട്ടം രേഖപ്പെടുത്തിയ സ്റ്റോക്ക് കൂടിയാണ് അദാനി പോർട്സ്. ഏതായാലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അത്തരത്തിലുള്ള പുതിയ നിക്ഷേപ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ അദാനി പോർട്സിൽ ഇനിയും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് അനലിസ്റ്റുകളും ബ്രോക്കറേജുകളും പങ്കുവയ്ക്കുന്നത്. മറ്റ് അദാനി ഓഹരികൾ കൂടി നോക്കിയാൽ ഇന്നിപ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണത്തിൽ നിന്ന് നിലവിൽ ഇടിവ് രേഖപ്പെടുത്തുന്നത് അദാനി വിൽമറിലാണ്. 2.14% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അദാനി വിൽമറിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം അദാനി എന്റർപ്രൈസസ് 0.4% ഇടിവ് രേഖപ്പെടുത്തുന്നു. 1.26% മീഡിയ സെക്ടറിന്റെ ഇടിവോടുകൂടി തന്നെ NDTVയുടെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. ടോട്ടൽ ഗ്യാസ് 0.75% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ അദാനി എനർജി സൊല്യൂഷൻസ് 0.5% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും കാണാം. ഏതായാലും ലിസ്റ്റഡ് സ്പേസിലുള്ള 10 അദാനി ഓഹരികളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ മികച്ച മുന്നേറ്റം നൽകിയ, പ്രത്യേകിച്ച് മൾട്ടി ബാഗർ നേട്ടം നൽകിയിട്ടുള്ളത് അദാനി ഗ്രീൻ എനർജിയും അതോടൊപ്പം തന്നെ അദാനി പവറുമാണ്. 176% നേട്ടമാണ് അദാനി പവർ നൽകിയിട്ടുള്ളത്. അദാനി ഗ്രീൻ 182.71% നേട്ടം നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ച അദാനി പോർട്സ് ആൻഡ് സെസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മൾട്ടി ബാഗർ റിട്ടേൺ അടുത്ത് തന്നെ പെർഫോം ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെന്ന് മനസ്സിലാക്കാം. കാരണം 90.31% നേട്ടമാണ് അദാനി പോർട്സ് ആൻഡ് സെസ് നൽകിയിട്ടുള്ളത്.